Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുതിയ മാസത്തിലേക്ക്, ഓഗസ്റ്റ് മാസത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചില ക്വസ്റ്റ്യന് ദൈവം ഉത്തരം തരാൻ പോവുകയാണ്. As you are going to enter into the month of August, God is going to send answers to your questions. 103-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, As we read Psalms chapter 103 verse 14, നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം എന്നവിടെ കാണുവാൻ കഴിയും. we see that a God who knows our nature. പ്രകൃതി എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ, When we are looking into the nature, the situations, സാഹചര്യം, the situations that we are going through, നമ്മുടെ അവസ്ഥകൾ, the ways that we are going through, ഇതെല്ലാം അറിയുന്ന ദൈവം. this is all things God knows. നമ്മളെ പലർക്കും മനസ്സിലാക്കാൻ കഴിവില്ല. Most of the people are not able to understand us. നമുക്ക് പലപ്പോഴും നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Most of the time we are also not able to understand ourselves. എന്നാൽ നമ്മുടെ അവസ്ഥ ദൈവത്തിന് നന്നായി അറിയാം. But our God knows our situations well. ആമേൻ. നാം ആവശ്യപ്പെടാതെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. God always does miracles without we asking him also. എനിക്ക് മനസ്സിലായത്, What I understood is that യേശു വളരെ സ്നേഹിച്ച ഒരു ഭവനമാണ് ബഥാന്യയിലെ ലാസറിന്റെ ഭവനം. I came to understand that Jesus loved the house of Lazarus in Bethania. അവരുടെ വേദന കർത്താവിന് അറിയാം. God understood the pain that they are going ഒരു through. മരണ വീട്ടിൽ സംഭവിക്കുന്ന പ്രയാസം എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നതാണ്. We all understand that in a house that death has entered, there is a very painful situation. അവരാരും യേശുവിനോട് ലാസറിനെ ഉയർപ്പിക്കാൻ പറഞ്ഞില്ല. Nobody asked Jesus to raise up Lazarus. ഒരു കാര്യം പറഞ്ഞു, But one word they told, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ if you were here, എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. my brother would not have died. അതവർക്ക് നല്ല ഉറപ്പായിരുന്നു. They had very big confidence in that. പക്ഷെ യേശു അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. But through all these situations, Jesus was teaching them some things. അവരിലുള്ള ആ വിശ്വാസം, The faith in him. മരിക്കുന്നതിന് മുമ്പ് യേശു അവിടെ വന്നില്ല. Before the person died, Jesus did not come there. മരിച്ചു കഴിഞ്ഞും ഉടനെ വന്നില്ല. After the death also, suddenly he didn't come. അടക്കം കഴിഞ്ഞപ്പോഴാണ് വന്നത്. After the funeral service only Jesus came. അതെല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. Over there, every people's expectations are at loss. എല്ലാ എക്സ്പെക്ടേഷനും അവസാനിക്കുമ്പോൾ, When all expectations ends, അത് കഴിയുമ്പോഴാണ് യേശു വരുന്നത്. then only Jesus comes. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം. Yes, our God knows our nature. ആമേൻ. Amen. നിങ്ങളുടെ അവസ്ഥ, Your situation, പ്രസന്റ് സിറ്റുവേഷൻ your ഇപ്പോഴത്തെ അവസ്ഥകൾ, നന്നായി കർത്താവിന് അറിയാം. God knows it very well. നിങ്ങൾ നേരത്തെ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. Before you had a good health, നിങ്ങൾ നല്ല ബിസിനസ് ഉള്ളവരായിരുന്നു. you had a good business, നല്ല സന്തോഷമുള്ളവരായിരുന്നു. you were very happy. ഇപ്പോൾ അതിന് നല്ല ഓപ്പോസിറ്റായ നിലയിൽ ഒരു ഗ്ലൂമി മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. Now it all are in a opposite state and in a gloomy state. കർത്താവ് But Lord, അവരുടെ ആ സാഹചര്യത്തിൽ in that situation, അവൻ ആ കല്ലറയിലേക്ക് ലാസറിനെ അടക്കിയ സ്ഥലത്തേക്ക് ചെല്ലുന്നു. and now Jesus is going to the place where Lazarus is buried. യേശു അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. Before Jesus going to that place, Jesus is telling one word. ഇപ്പോഴും നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. If you believe, you will see the glory of God. യേശു അങ്ങനെ തന്നെ കല്ലറയിലേക്ക് പോയി. Yes, in that same way, Jesus goes to that burial place. യേശു ആ കല്ലറയിൽ ചെന്നു. Jesus went to that place ലാസറെ പുറത്തു വരിക. and calls Lazarus out. Lazarus, come out. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ കൽപ്പിക്കാൻ പോവുകയാണ്.
Today, Jesus is going to command it. നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, Whatever might be your situation, ആ സാഹചര്യത്തിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യും. God is going to do a miracle in that പല situation. പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റുക, Different times you wrote exam and failed. പല പ്രാവശ്യം പ്രശ്നത്തിൽ നിങ്ങൾ പോയി കാണും. All times you went through problematic situations. നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലെന്ന് തോന്നിയേക്കും. You thought that no one is there to help you out. ദൈവം ഒരാളിനെ രക്ഷിക്കുമ്പോൾ When God saves a person, ഇന്നാരായതുകൊണ്ട് രക്ഷിക്കാമെന്ന് പറയുകയില്ല. God never looks at a person and looks at that position and saves. ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. God does not have a partiality to anyone. തന്റെ അടുത്ത് തന്നിൽ ആശ്രയിക്കുന്ന ഏവരെയും അവൻ വിടുവിക്കും. He saves all people who depend upon him. ഹല്ലേലൂയ. Hallelujah. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം. Yes, he is a God who knows our nature. അവൻ നമ്മളെ അറിയുന്ന ഒരു ദൈവം. Yes, he knows us. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് 38 വർഷം ബെഥെസ്ദ കുളക്കരയിൽ കിടന്നത്. Yes, over there almost for 38 years a person was lying. യേശു അവിടേക്ക് ചെല്ലുകയാണ്. Over there Jesus is going. ലാസർ യേശുവിന്റെ അടുത്തല്ല വന്നത്. Lazarus did not come to Jesus. യേശു ലാസറിന്റെ അടുത്ത് ചെന്നു. Jesus went to Lazarus. 38 കൊല്ലം രോഗിയായി കിടന്നവൻ 38 years he was lying there. അവൻ യേശുവിന്റെ അടുത്തേക്കല്ല വന്ന, യേശു അവന്റെ അടുത്തേക്ക് ചെന്നു. Now Jesus is going to meet that person. തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം. Yes, the God who knows the people who depend upon him. നിങ്ങൾ പ്രയാസപ്പെടരുത്. You do not be sad. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം. Yes, our God knows our nature. നിങ്ങളെ അറിയുന്ന ദൈവം. Yes, God who knows you. ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ആരൊക്കെയോ എന്നെ മനസ്സിലാക്കുന്ന ആരും തന്നെ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. Some of you who are hearing this message are thinking that there is no one to understand me. നമുക്ക് പ്രാർത്ഥിക്കാം. So let us pray. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു യേശു. Yes, a Jesus who understands you very well. നിങ്ങളുടെ സാഹചര്യം അറിയുന്ന ഒരു യേശു. Oh, Jesus who understands your situations. പ്രാർത്ഥിക്കാം. Let's pray. ഞങ്ങളുടെ കർത്താവേ, Our dear Lord, വേദനയോടെ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. Lord, bless the people who have come with a lot of pain in front of you. അങ്ങയുടെ അത്ഭുത കരം നീട്ടണമേ. Let your mighty miraculous hand be stretched forth. ദൈവ കരം ചലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Let your hand work out for these people. യേശുവിന്റെ നാമത്തിൽ In Jesus' mighty name. ഒരു വലിയ മിറക്കിൾ, A big miracle. ഒരു വലിയ മിറക്കിൾ A big miracle. ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കണം. Oh, command upon this. അവരുടെ ജീവിതത്തിൽ മരിച്ച സബ്ജക്റ്റ്, Oh, the dead situations in their life. നഷ്ടപ്പെട്ട സബ്ജക്റ്റ്, The lost situations in their life. വേദനയുടെ സാഹചര്യം, The painful situations in life. എല്ലാം ഇപ്പോൾ തന്നെ മാറിപ്പോകണം. Right now, let it be removed. യേശുവിൻ നാമത്തിൽ In Jesus' mighty name. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. We are blessing this people. യേശുവിൻ നാമത്തിൽ. In Jesus' mighty name. ആമേൻ. Amen. God bless you. Love you. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മാസം, This month, ഓഗസ്റ്റ് മാസം 20 മുതൽ 30 വരെ from ഹോളി സ്പിരിറ്റിന്റെ ക്ലാസ് സ്കൂൾ ഇവിടെ നടക്കും. From August 20th to August 30, the Holy Spirit School is being conducted here. താല്പര്യമുള്ള എല്ലാവരും വരാൻ ഓർപ്പിക്കുന്നു. All those who are interested, please come and register. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. നിങ്ങൾ ഈ മീറ്റിംഗ് മിസ് ചെയ്യരുത്. Don't miss this meeting. ഇതുവരെ ഇവിടെ നടന്ന ഓരോ മീറ്റിങ്ങിലും ഓരോ പ്രിയപ്പെട്ടവരും ദൈവം ബ്ലസ് ചെയ്തു. Each and every meetings that has been conducted here, each and every one of them were blessed. God bless you. Love you.